ഹലോ, വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ഗവൺമെൻറ് ജോബ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഞാൻ ഇപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൽ പലതും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഓരോ ജോബായിട്ട് നമ്മളിങ്ങനെ ഷോർട്ടായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് സർക്കാർ നിയമനമാണ്. അത് മെയിൽ വഴി നമ്മുടെ CV, ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രൂവ് ചെയ്യാൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് നമ്മൾ കോപ്പി അയച്ചാൽ മതി. ക്വാളിഫിക്കേഷൻ +2 ആണ്. ഏജ് ലിമിറ്റ് ബിറ്റ്വീൻ 18 to 36. ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന മാർച്ച് 15-ാം തീയതിയാണ്. +2 ക്വാളിഫിക്കേഷൻ അടിസ്ഥാന യോഗ്യതയെ പറയുന്നുണ്ടെങ്കിലും അതിലൂടെ നമ്മൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടെ നമ്മൾ പാസ്സായിരിക്കേണ്ടതാണ്. പാസ്സായ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ വെക്കേണ്ടതാണ്, അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതാണ് PDF മുഖേന. അതാവുമ്പോൾ ഈ DCA എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു അംഗീകൃത എന്ന് വെച്ചാൽ PSC അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്, PSC അപ്രൂവ് ചെയ്യുന്ന. ഇനി അടുത്ത പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നതും നമ്മുടെ 10ാം ക്ലാസ്സാണ്. 2 തസ്തികയിലേക്കാണ് ക്ഷണം. ഓപ്പറേറ്റർ, വർക്കർ എന്നീ മേഖല തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ വർക്കർ തസ്തികയിലേക്ക് ജസ്റ്റ് നമ്മൾ 9ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. അഡീഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനൊന്നും വേണ്ടതില്ല. എങ്കിലും നമ്മൾ ഓവറോൾ കൊടുക്കുമ്പോൾ SSLC 10ാം ക്ലാസ് പഠിച്ചവർക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനൊരു മികച്ചൊരു അവസരമാണ്. അപ്പോൾ നമ്മൾ ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 40 കഴിഞ്ഞവർക്കൊക്കെ എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ. കാരണം ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ. പക്ഷേ അത് നോൺ പെർമനൻ്റ് ആണ്. 3 മാസത്തേക്കുള്ള ഒരു ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ഒരു ജോലിയാണ്. അപ്പോൾ നമുക്ക് ദിവസവേതനമായിട്ട് 600-700 രൂപ വെച്ച് ലഭിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് 6ാം തീയതിയാണ്. ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് സെക്യൂരിറ്റി ഓഫീസർ റിക്രൂട്ട്മെൻറ്റ്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ട അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് ബിറ്റ്വീൻ 18 to 40 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 2 ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന മാർച്ച് 4ാം തീയതിയാണ്. അതുകൊണ്ട് എത്രയും വൈകാതെ തന്നെ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ഒരു ക്ഷണമുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 തന്നെയാണ്. ഏജ് ലിമിറ്റ് ബിറ്റ്വീൻ 18 to 45 ആണ്. ലാസ്റ്റ് ഡേറ്റ് 14/3/2025. കേരള ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് 2025 +2 ഉള്ളവർക്ക് കേരള. ഇനി അടുത്തത് കേരള കാർഷിക മേഖലയിൽ കാർഷിക സർവകലാശാലയിൽ ക്ലറിക്കൽ നിയമനമാണ്. അതിന് +2 മാത്രം മതിയാവും. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് 14ാം തീയതിയാണ്. ഇനി കൊച്ചിൻ പോർട്ട് റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ SSLC ആണ്. ഏജ് ലിമിറ്റ് 60 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 11ാം തീയതിയാണ്. ഇനി 9 ദിവസം കൂടി അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ആക്കാൻ ശ്രമിക്കുക. അത് നല്ല ജോലിയാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും കൂടെ പാസ്സായിരിക്കേണ്ടതാണ്. അടുത്ത യൂണിയൻ ബാങ്കിൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് 28. ലാസ്റ്റ് ഡേറ്റ് 5/3/2025. കുടുംബശ്രീക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ലാസ്റ്റ് ഡേറ്റ് 4/3/2025 ആണ്. 50 വയസ്സുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വെറും 7ാം ക്ലാസ് മാത്രം മതി. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ വരുന്ന മാർച്ച് 7 ആണ്. 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റൈസ് റിക്രൂട്ട്മെൻറ്റ് 2025 കേരള. ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണ്ടതാണ്. ഏജ് ലിമിറ്റ് 28. ലാസ്റ്റ് ഡേറ്റ് 11ാം തീയതിയാണ്. ഇനി 9 ദിവസം കൂടെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. കേരള പോസ്റ്റ് ജേഡീസ് റിക്രൂട്ട്മെൻറ്റ് 2025. നമ്മളിതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. ഇനി ഒരു ദിവസം കൂടി മാത്രം അപ്ലൈ ചെയ്യുക.